ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് നമ്മുടെ ഈ ഒരു ടോപ്പ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നു, കട്ട് ചെയ്യുന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഭയങ്കര സിമ്പിളാണ്. പിന്നെ നമ്മളിത് നെയ്റ്റിക്ക് വേണ്ടിയിട്ട്, നെയ്റ്റി ക്ലോത്ത് ആണ് കേട്ടോ. നമ്മൾ നെയ്റ്റിക്ക് വേണ്ടിയിട്ട് 3 മീറ്റർ കിട്ടുന്ന ഒരു ക്ലോത്താണ്. ആ ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നെക്കിലൊക്കെ ഇങ്ങനെയൊക്കെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ ലേസാണ് കേട്ടോ. അപ്പം നമ്മളത് വീഡിയോയിൽ കണ്ടിന്യൂവിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും ഓരോ കാര്യങ്ങളും. അപ്പോൾ നമ്മുടെ സ്ലീവിൽ ഇതവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു ഒരു ബീഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കറക്റ്റ് വൃത്തിയായിട്ടുണ്ട്. കുറച്ച് ഞാൻ ലൂസിലാണ് അടിച്ചിരിക്കുന്നത്. എനിക്ക് കുറച്ച് ലൂസിൽ ഇടാനാണ് ഇഷ്ടം. പിന്നെ ഇത് കോട്ടൺ ആണ്. നമ്മളൊരു 2-3 വാഷ് കഴിയുമ്പോൾ ഒന്ന് കുറച്ച് ടൈറ്റ് ആവും. അതുകൊണ്ട് തന്നെ കുറച്ച് ലൂസിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വൈഡ് ആയിട്ടുള്ള ഒരു റൗണ്ട് നെക്കാണ് ബാക്കും ഫ്രണ്ടൊക്കെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഇത്രയും നീറ്റായിട്ട് കട്ട് ചെയ്യുന്ന സ്റ്റിച്ചിങ് ഉള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കട്ടിങ് സ്റ്റിച്ചിങ് ആണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. നിങ്ങൾക്കും ഇതുപോലെ ബിഗിനേഴ്സിനാണെങ്കിലും ഇതുപോലെ ഫിനിഷിംഗ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ എടുക്കുന്നത് നെയ്റ്റി മെറ്റീരിയലാണ്. ഇത് നമുക്ക് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നെയ്റ്റി അടിക്കാനുള്ള മെറ്റീരിയൽ ചോദിച്ചാൽ കിട്ടും കേട്ടോ. ഇത് ഭയങ്കര റേറ്റ് കുറവാണ്. 3 മീറ്ററിന് 165 കേട്ടോ, 165ആണ്. അതുകൊണ്ട് ഭയങ്കര അഫോർഡബിൾ ആണ്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഇങ്ങനത്തെ വാങ്ങാൻ നോക്കുക കേട്ടോ. ഫസ്റ്റ് ടൈം അടിക്കുന്നവരൊക്കെ അപ്പോൾ നമുക്ക് ഇതുപോലത്തെ പ്രിൻറ്റ് നോക്കി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ടോപ്പൊക്കെ സൂപ്പറായി അടിക്കാൻ പറ്റും. നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 2 ഫോൾഡാണുള്ളത്. അതിൽ 4 പീസിട്ട് ഇങ്ങനെ വരും കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ താഴെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഞാൻ ഇതുപോലെ മെഷർമെൻറ്റ് എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് വേണ്ട മെഷർമെൻറ്റൊക്കെ. പിന്നെ നമ്മൾ മെഷർമെൻറ്റിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായത് കേട്ടോ. നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്യാൻ നോക്കുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. താഴെ വന്നിട്ട് നമ്മളൊരു 1 ഇഞ്ചിന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തിനാ വെച്ച് നമുക്ക് താഴെ അടിക്കാനുള്ള തുമ്പാണ് കേട്ടോ, താഴ്ഭാഗം. ഓക്കെ, അപ്പോൾ അതിനുശേഷം ആ മാർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ലെങ്ത്ത് മാർക്ക് ചെയ്യാനുള്ളത് കേട്ടോ. നമ്മൾ ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ തൊട്ടിട്ട് നമുക്ക് ടോപ്പിലേക്ക് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടേക്ക് എത്രയാണോ ലെങ്ത്ത്, നമ്മൾ ടോട്ടൽ ടോപ്പിൻ്റെ ലെങ്ത്ത് എത്രയാണോ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടിത്തുമ്പും കൂടി ഒരു അരയിഞ്ച് വിട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ അരയിഞ്ച് നമുക്ക് അടിത്തുമ്പ് ഇങ്ങനെ വിട്ട് കൊടുക്കാം. ഓക്കെ, ഇതെനിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷോൾഡറാണ് മാർക്ക് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഷോൾഡർ എത്രയാണെന്ന് നോക്കുക, അതിനനുസരിച്ച് മാർക്ക് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ഷോൾഡർ എടുക്കുമ്പോൾ ഒരുപാട് വീതി ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കണക്കാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെക്കിൻ്റെ വൈഡ് എത്രയാണോ വേണ്ടത് അതിന്ന് ഒരു 3 ഇഞ്ചൊക്കെ, എൻ്റെ ഒരു അളവിനാണെങ്കിൽ 3 ഇഞ്ചൊക്കെ കേട്ടോ. എൻ്റെ വന്നിട്ട് 38ആണ് ബെസ്റ്റ് അളവ്, ചെസ്റ്റ് അളവ്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങളും കണക്കാക്കാം കേട്ടോ. അതിന് ശേഷം നമ്മളൊന്ന് ഷോൾഡർ മാർക്ക് ചെയ്തതിന് ശേഷം താഴോട്ടേക്ക് ഇതുപോലെ ഒരു ലൈന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ആം ഹോളാണ് നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ളത്. ആം ഹോൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ജസ്റ്റ് ഒരു ഇവിടെ നിന്ന് ഷോൾഡറിൽ നിന്ന് താഴോട്ടേക്ക് നമ്മുടെ ആം ഹോൾ വന്നിട്ട് എനിക്ക് 16ആണ് വരുന്നത്. 16 വരുമ്പോൾ ഏകദേശം നമ്മുടെ ഒരു സൈസിലുള്ള ആൾക്ക് നമ്മൾ ഇതിൻ്റെ ഒരു ലൈന് വേണ്ടത് 5.25 അപ്പോൾ 5.25 ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കറക്റ്റ് അളവാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒന്ന് ചെസ്റ്റിൻ്റെ നമ്മുടെ ബെസ്റ്റിൻ്റെ അളവ് എത്രയാണെന്ന് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ ബെസ്റ്റ് വന്നിട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് നമ്മൾ മെഷർ ചെയ്ത് എടുത്തതാണെങ്കിൽ നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതിൽ നിന്ന് +4 ആഡ് ചെയ്ത് കൊടുക്കുക. 30 ആണെങ്കിൽ നമ്മൾ +4 ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എടുക്കുമ്പോൾ ടേപ്പിൽ നിന്ന് എത്രയാണോ അളവ് കിട്ടുന്നത് അതിന് +4 അളന്നിട്ട് വേണം, ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ നമ്മുടെ ടോപ്പിലേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മെറ്റീരിയലിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ 4 ആഡ് ചെയ്തിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. ബെസ്റ്റ് മാർക്ക് ചെയ്ത് ഓക്കെ, ഇതുപോലെ ഒന്ന് ബെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ബെസ്റ്റ് മാർക്ക് ചെയ്ത് തന്നെ നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് എപ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ നിന്ന് എഴുതി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് 18.25 അങ്ങനെ ലൈക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ആം ഹോൾ കറക്റ്റാക്കി നോക്കണം. ഇതുപോലെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ബെസ്റ്റിന് നമ്മുടെ പോയിൻ്റ് ഇട്ടുണ്ടായിരുന്നല്ലോ, ആ അവിടേക്ക് വരയ്ക്ക് നമ്മുടെ കറക്റ്റ് നമ്മുടെ ആം ഹോൾ എത്രയാണ് 16ആണ് കേട്ടോ എൻ്റെ. അപ്പോൾ അതിൻ്റെ പകുതി വന്നിട്ട് 8ആണ് വരിക. അപ്പോൾ 8 വരുന്നുണ്ടോ നോക്കുക. ഷോൾഡർ ടു നമ്മൾ ബെസ്റ്റ് മാർക്ക് ചെയ്തല്ലോ, ബെസ്റ്റ് വരയ്ക്ക് നമുക്ക് 8 വരുന്നുണ്ടോ നോക്കുക. കുറവാണെങ്കിൽ നമ്മൾ ആ ഒരു ബെസ്റ്റിൻ്റെ ലൈൻ ഉണ്ടല്ലോ, നമ്മളൊരു ലൈൻ ആദ്യം വരഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഒരു ബെസ്റ്റിന് സ്ട്രെയിറ്റ് ലൈൻ, അതൊന്ന് താഴോട്ടേക്ക് ആക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ ഒന്ന് മേലോട്ടേക്ക് ആക്കി കൊടുക്കുക കേട്ടോ.
ഞാൻ ഫസ്റ്റ് തന്നെ ഷോൾഡർ ടു ചെസ്റ്റിൻ്റെ അവിടേക്ക് ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, സ്ട്രൈറ്റ് ലൈൻ. അത് 5.25 5.25 എനിക്ക് കറക്റ്റായിരുന്നു. പിന്നെ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഷോൾഡർ ടു വേസ്റ്റിൻ്റെ എവിടെയാണ് നമ്മുടെ വേസ്റ്റ് വരുന്നതെന്ന് അറിയണമല്ലോ, വേസ്റ്റ് ഹിപ്പും അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി എങ്ങനെ മെഷർ ചെയ്യുന്നതൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ചെക്ക് ചെയ്ത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഷോൾഡർ ടു വേസ്റ്റ് എത്ര വരുന്ന ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, അത് മാർക്ക് ചെയ്ത് കൊടുത്തു, ഹിപ്പ് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് വേണം നമ്മുടെ വേസ്റ്റിൻ്റെ റൗണ്ട് ലൂസ് നമ്മൾക്ക് നോക്കാൻ. വേസ്റ്റ് എത്രയാണ് നമ്മൾ റൗണ്ട് ഇങ്ങനെ അളന്നിട്ടുണ്ടാവുമല്ലോ, അത് എത്രയാണ്, അത് 4/1 ഭാഗം നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹിപ്പും നമ്മൾ അളന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ചെസ്റ്റിന് മാത്രം നമ്മൾ 4 ഇഞ്ച് കൂട്ടുന്നുള്ളൂ. പിന്നെ നമ്മൾ ടെക്കാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. ടെക്ക് എങ്ങനെ മാർക്ക് ചെയ്യുന്നത്, ഷോൾഡർ ടു നമ്മുടെ ബെസ്റ്റ് പോയിന്റ് എവിടെയാണോ എന്നിട്ട് നോക്കുക. എന്നിട്ട് ബെസ്റ്റ് ടു ബെസ്റ്റ് നമ്മുടെ രണ്ട് ബെസ്റ്റിൻ്റെ പോയിന്റ് എവിടെയാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ പകുതി മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ താഴോട്ടേക്കും ഹിപ്പിൻ്റെ അവിടെയും ബെസ്റ്റ് ഡിസ്റ്റൻസ് മേലെ എങ്ങനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് കൊടുത്തത് അതേ തന്നെ താഴെയും കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് തമ്മിൽ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. നമുക്ക് ടെക്ക് ഇടേണ്ടത് ഒരു 1/4 ഇഞ്ച് ഒരു 1/2 ഇഞ്ച്, ടോട്ടൽ ഒരു 1/2 ഇഞ്ചാണ് നമ്മൾ പിടിക്കാനുള്ളത്. പിടിച്ച് വരുമ്പോൾ 1/2 ഇഞ്ച് ആവട്ടെ. 2 സൈഡും കൂടി ആകുമ്പോൾ നമുക്ക് 1 ഇഞ്ച് പോകും. അതിനനുസരിച്ച് നമ്മൾ വേസ്റ്റിൻ്റെ അവിടെ കൂടുതൽ ആക്കി കൊടുക്കണം കേട്ടോ. അളവ് നമ്മുടെ എത്രയാണോ അളവ് വരുന്നതെന്ന് അതിൽ നിന്ന് 1 ഇഞ്ച് കൂട്ടിയിട്ട് വേണം വേസ്റ്റിൻ്റെ അവിടെ നമ്മൾ മാർക്ക് ചെയ്യാൻ. ഓക്കെ, എന്നിട്ട് ഹിപ്പ് ഞാനൊന്ന് എത്രയാണ് നമ്മുടെ അളവ് ഹിപ്പും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സീം അലവൻസ്, അതായത് അടിത്തുമ്പും കൂടി വിട്ട് കൊടുക്കുക, ഹിപ്പിൻ്റെ അവിടെ വേസ്റ്റിൻ്റെ അവിടെ. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് നമ്മൾ നമ്മുടെ മാർക്ക് ചെയ്തൊക്കെ ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ലൈൻ ഇടുന്നത് നമ്മുടെ കറക്റ്റ് അളവാണ്. പിന്നെ വന്നിട്ട് ലൈൻ ഇടുന്നത് നമുക്ക് അടിത്തുമ്പും കൂടി കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ ബോഡീൻ്റെ മേൽഭാഗം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ താഴോട്ടേക്കാണ് നമുക്ക് വരാനുള്ളത്. പിന്നെ താഴോട്ടേക്ക് നമ്മൾ നമ്മുടെ ബോട്ടം ഭാഗം എങ്ങനെയാണ് അളക്കേണ്ടത് വെച്ചാൽ നമ്മുടെ ടോട്ടൽ ഇവിടെ ഹിപ്പിൻ്റെ അവിടെ നമ്മൾ അടിത്തുമ്പും കൂടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുക കേട്ടോ. അടിത്തുമ്പും കൂടിയിട്ട് നമുക്ക് 11 വരുന്നുണ്ട്. 11 + 1 ആഡ് ചെയ്തിട്ട് 12 ഞാൻ താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ നിന്ന് ഒരു ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹിപ്പിൻ്റെ അവിടെയും താഴെ ഒരേ അളവിൽ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ. എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല, അതുകൊണ്ട് കുറച്ചിന് 1 ഇഞ്ച് കൂട്ടിയിട്ടാണ് മാർക്ക് ചെയ്യാറുള്ളത്. ഓക്കെ, എന്നിട്ട് നമ്മളൊരു ലൈനും കൂടി ഇതുപോലെ അടിക്കാനുള്ളതും കൂടി വിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ടോട്ടലാണ് കേട്ടോ നമ്മുടെ ഹിപ്പിൻ്റെ സീം അലവൻസ് അടിത്തുമ്പും കൂടി ചേർത്തിട്ട് 11 അതാണ് നമ്മൾ 1 ഇഞ്ച് കൂട്ടിയിട്ട് താഴെ മാർക്ക് ചെയ്ത് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 11 തന്നെ താഴെയും മാർക്ക് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ടോപ്പിൻ്റെ ഏകദേശം എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ആം ഹോളിൻ്റെ അവിടെ നമുക്ക് ഇച്ചിരി ഒരു പണിയുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇതുപോലത്തുള്ള ഓരോ പോയിൻറ്റിൻ്റെ അവിടെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് നമുക്ക് ഷേപ്പൊക്കെ ചെയ്യുമ്പോൾ അപ്പുറം ഇപ്പുറമൊക്കെ ഒരുപോലെ മാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ കൺഫ്യൂസ് ആവും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഉള്ളിലുള്ള പീസ് ബാക്കാണ്. ഈ മാർക്ക് ചെയ്യുന്ന പീസാണ് എപ്പോഴും നമ്മൾ ഫ്രണ്ട് പോർഷനായിട്ട് എടുക്കേണ്ടത്, അതായത് നമ്മുടെ ഫ്രണ്ട് ഭാഗം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി കുഴിച്ച് വെട്ടാനുണ്ട്. കുഴിച്ച് വെട്ടുമ്പോൾ എപ്പോഴും ഇതുപോലെ ഒരു 3.5 താഴോട്ടേക്ക് വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കുഴിച്ച് വെട്ടുക കേട്ടോ. കുഴിച്ച് വെട്ടിയാൽ മാത്രമേ അവിടെ ഒരു ചുളിവില്ലാണ്ട് വൃത്തിക്ക് കിട്ടത്തുള്ളൂ. കുഴിച്ച് വെട്ടിയില്ലെങ്കിൽ അവിടെ ഒരു ചുളിവ് വരും. അപ്പോൾ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ നല്ല തടിയുള്ളവരാണെങ്കിൽ നിങ്ങളൊരു 1/4 ഇഞ്ചിൽ കുഴിച്ച് വെട്ടിയാൽ മതി. മെലിയും നമ്മൾ ഒരു അളവാണ് കറക്റ്റ്, എൻ്റെ ഒരു അളവ്. പിന്നെ എൻ്റെ നിന്നും കുറച്ച് മെലിഞ്ഞുള്ളവരാണെങ്കിൽ കുറച്ചും കൂടി നമുക്കൊരു 3/4 ഇഞ്ച് കുഴിച്ച് വെട്ടാം കേട്ടോ. ഇനി നമ്മൾ വെട്ടാൻ പോകുന്നത് കൈയാണ്, നമ്മുടെ സ്ലീവാണ്. സ്ലീവ് വെട്ടുമ്പോൾ ഇതുപോലെ നമ്മൾ ടോപ്പ് വെട്ടിൻ്റെ മേൽഭാഗമാണ് കേട്ടോ. അതാണ് നമ്മുടെ ഷോൾഡർ ഈ വെട്ടിയ ഭാഗമൊക്കെ കാണുന്നുണ്ടല്ലോ, അതോ. ഓക്കെ, അപ്പോൾ ഇതിന് എൻഡിൽ വന്നിട്ട് നമ്മുടെ ക്ലോത്തിൻ്റെ എൻഡ് ഭാഗമാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ സ്ലീവിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുപോലെ ഞാൻ ലെങ്ത്ത് 10.5 വെക്കുന്നത്. 10.5 നമ്മുടെ സീം അലവൻസ് കൂടി വിടുന്നുണ്ട്. എന്നിട്ട് താഴോട്ടേക്ക് ഒരു 3.5 ഇഞ്ച് നമ്മളിങ്ങനെ ഒരു ലൈൻ ഇട്ട് കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഏറ്റവും ടോപ്പ് നമ്മുടെ താഴ്ഭാഗം വന്നിട്ട് ലൂസ് അളക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആം ഹോള് എത്ര നമ്മുടെ 8 വരുന്നത്, 2/1 ഭാഗം. അപ്പോൾ 8 ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വളച്ച് ഇങ്ങനെ വെച്ച് നോക്കുക കേട്ടോ. അപ്പോൾ 8 വരുന്നത് എവിടെയാണോ അവിടെ അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സീം അലവൻസ് അടിത്തുമ്പും കൂടി വിട്ട് കൊടുക്കുക. ഇതുപോലെ മേലെയും സൈഡ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. താഴെ വന്നിട്ട് എനിക്ക് 10 വരുന്നത്, അതിൽ 10/1 ഭാഗം 5 ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളങ്ങനെ വെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ താഴെ വന്നിട്ട് നമ്മൾ ചെറുതായിട്ട് അരയിഞ്ച് വിട്ടിട്ടുള്ളൂ. അതിന് നമുക്ക് എന്താ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇനി വന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഫേസ് ടു ഫേസ് ക്ലോത്ത് വെച്ചിട്ട് ഇനി കുഴിച്ച് വെട്ടാനുണ്ട്. ഇതുപോലെ ഒന്ന് കുഴിച്ച് വെട്ടും കേട്ടോ. നമ്മൾ ടോപ്പിൽ ചെയ്ത പോലെ തന്നെ നമ്മുടെ സെൻറ്റർ പോയിന്റിൽ നിന്ന് താഴോട്ടേക്ക് ഒരു 1/2 ഇഞ്ച് 3 എടുത്തിട്ട് അതിന് 1/2 ഇഞ്ച് ഇങ്ങനെ കുഴിച്ച് ഇങ്ങനെ വെട്ടി കൊടുക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ പറയുന്നതിനെക്കാട്ടിലും നിങ്ങൾക്ക് വീഡിയോയിലേക്ക് കുറച്ചുകൂടി ക്ലിയർ മനസ്സിലാവും. ഓക്കെ, ഇതുപോലെ ഒന്ന് കുഴിച്ച് വെട്ടിയാലേ നമുക്ക് എപ്പോഴും നമ്മുടെ ഫ്രണ്ട് ഭാഗം ചുളിവുകളൊന്നും ഇല്ലാണ്ട് ഇരിക്കത്തുള്ളൂ. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഒരു പീസ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു പീസ് ഉണ്ടാവും കേട്ടോ. ഇതിൽ ഒരു 2 പീസ് ഉണ്ട്, അതിന് മടക്കി വെച്ച് കൊടുത്തിട്ട് സ്കെയിലിൻ്റെ അളവിൽ ഇതൊരു പാച്ച് വെക്കാനാട്ടോ നമുക്ക് സ്ലീവിൻ്റെ താഴെ. അപ്പോൾ ഒരു
ഒരു ഇഞ്ച് നമ്മൾ സ്കെയിലിൻ്റെ അളവാണ് ഒരു 1.25 വരുന്നത്. താഴെ ഒരു അടിത്തുമ്പും മേലെ ഒരു അടിത്തുമ്പും കൂടിയിട്ട് നമ്മൾ വിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഒരു 1.25 വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 ഭാഗം അടിച്ച് മറിക്കുമ്പോൾ ഇതുപോലെ വീതിക്ക് ഉണ്ടാവും. ഇത് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കട്ടിങ് ഒക്കെ കഴിഞ്ഞു. ഇനി വന്നിട്ട് നമുക്ക് ക്യാൻവാസാണ് യൂസ് ചെയ്യുന്നത്. ഇത് പേപ്പർ ക്യാൻവാസാണ്. പേപ്പർ ക്യാൻവാസിൽ ഒരു ഭാഗം പശയുണ്ടാവും, അതാണ് നമുക്ക് സ്റ്റിക്ക് ചെയ്യാനുള്ളത്. ഒരു ഭാഗത്ത് നമുക്ക് വരയ്ക്കാനുള്ളതാണ്. അപ്പോൾ വരയ്ക്കുന്ന ഭാഗം നമ്മൾ മടക്കിയിട്ട് ഉള്ളിലേക്ക് ആ ഒരു പശയുള്ള ഭാഗം ഉള്ളിലേക്ക് പോകുന്ന പോലെ ചെയ്യണം കേട്ടോ. ക്യാൻവാസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നീറ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ലൈൻ ഇട്ട് കൊടുത്തിട്ട് അത് സീം അലവൻസാണ് നമുക്ക് അടിത്തുമ്പിന് വേണ്ടിയിട്ട് വിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വൈഡ് എത്രയാണോ വൈഡ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത്. ഞാൻ 5.5 ലെങ്ത്ത് വെച്ചിരിക്കുന്നത്. വൈഡ് വന്നിട്ട് ഒരു 3.25 വെക്കുന്നുണ്ട് കേട്ടോ. ഇത് വന്നിട്ട് നമ്മൾ ക്യാൻവാസിൽ വെട്ടുമ്പോൾ നമുക്ക് കറക്റ്റ് അളവ് മാർക്ക് ചെയ്ത് വെട്ടാം കേട്ടോ. തുണിയിൽ വെട്ടുമ്പോഴാണ് എപ്പോഴും നമ്മൾ കുറച്ച് വെട്ടേണ്ടത്. എത്രയാണ് അളവ് അതിനൊരു 1/4 ഇഞ്ച് കുറച്ചിട്ടായിരിക്കും നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യാൻവാസിലാകുമ്പോൾ കറക്റ്റ് അളവ് നമുക്ക് വെട്ടാം. അപ്പോൾ ഞാൻ റൗണ്ട് നെക്കാണ്, കുറച്ച് വൈഡായിട്ടുള്ള ഒരു റൗണ്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ കേട്ടോ. നമുക്ക് ക്യാൻവാസിൽ ഈസി ആയിട്ട് അടിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത്. ക്ലോത്തിനെക്കാട്ടിൽ ക്യാൻവാസാണ് എനിക്ക് കുറച്ചും കൂടി നീറ്റായിട്ടും സിമ്പിളായിട്ട് അടിച്ച് തിരിക്കാൻ പറ്റുന്നത് കേട്ടോ. പിന്നെ നമ്മളൊരു 1/2 ഇഞ്ച് നമ്മൾ ഒരു 3/4 ഇഞ്ച് നമ്മൾ ഇതുപോലെ ക്യാൻവാസിനൊരു അടിത്തുമ്പ് പോലെ ഒന്ന് വിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് സ്റ്റിക്ക് ചെയ്യാനുള്ളൊരു ഭാഗമാണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മളങ്ങനെ ഇതുപോലെ ഒന്ന് വെട്ടിക്കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതുപോലെ ഒന്ന് വെട്ടിക്കൊടുക്കുക. ഇനി നമുക്ക് ബാക്കും കൂടി വെട്ടാനുണ്ട്. ബാക്കും സെയിം തന്നെയാണ്. നമ്മൾ വൈഡ് നമുക്ക് അടിത്തുമ്പ് വിട്ടിട്ട് അതിന് ശേഷം നമ്മൾ നമ്മുടെ വൈഡ് നെക്കിൻ്റെ വൈഡ് എത്രയാണോ വൈഡ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഏറിപ്പോയ എൻ്റെ ഒരു സൈസ് പറഞ്ഞല്ലോ, 38ആണ് എൻ്റെ ബെസ്റ്റ് സൈസ്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിന് വൈഡ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് കുറയ്ക്കാം കേട്ടോ. ഏറിപ്പോയ ഒരു 6 വെക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കുടുങ്ങി പോകും. ഓക്കെ, ബാക്ക് വന്നിട്ട് ഞാൻ ഇറക്കം നീളം വന്നിട്ട് ഞാൻ 6 ഇഞ്ച് വെക്കുന്നുണ്ട്. നമ്മൾ ഫ്രണ്ടിൽ 5.5 വെച്ച് ബാക്ക് ഞാൻ കുറച്ച് ഇറക്കുന്നുണ്ട്, 6 ഇഞ്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിതൊന്ന് രണ്ടും വെട്ടിയിട്ടുണ്ട്. ബാക്കും ഫ്രണ്ടും ഒന്ന് എഴുതി വെക്കാം, മാറിപ്പോകരുത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെക്ക് ഇതിൽ വേറൊരു പണിയും കൂടെ ഉണ്ട്. നെക്കൊന്ന് കറക്റ്റായി വെട്ടാനുണ്ട്. ഉള്ളിൽ കൂടെ നമ്മൾ ലൈനായിട്ട് ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, ആദ്യം വന്നിട്ട് ഈ ഒരു സെൻറ്റർ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു വരച്ച ഭാഗം ഉണ്ടല്ലോ, വരച്ച ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൽ കൂടെ ഒരു കട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ ക്ലിയറായി മനസ്സിലാവും. ഒന്നിങ്ങനെ അതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സൈഡ് മാത്രം നമ്മൾ വരച്ചിട്ടുള്ളൂ, ഇപ്പുറത്തെ സൈഡ് നമ്മൾ വരച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് അപ്പുറം ഇപ്പുറമൊക്കെ ഒരുപോലെ കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് സ്റ്റിക്ക് ചെയ്യാനും ഈസിയാണ്. അടിച്ചെടുക്കുമ്പോൾ ഈ ഒരു കട്ടിങ്ങിൻ്റെ ഒരു ലൈന് വെച്ചിട്ട് നമുക്ക് ആ ലൈനിൽ കൂടെ തന്നെ അടിച്ചും വരാം. അതുപോലെ ഫ്രണ്ടും ബാക്കും ഞാനിതുപോലെ ഒന്ന് നീറ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നെക്കൊക്കെ ഈ റൗണ്ട് ഭാഗമൊക്കെ വെട്ടുമ്പോൾ നമ്മൾ എപ്പോഴും കത്രികൻ്റെ എൻഡ് ഭാഗം വെച്ചിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പം മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് കേവായിട്ട് വെട്ടാൻ പറ്റത്തുള്ളൂ. കണ്ടോ, ഈ ഒരു ലൈന് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ, മാർക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും. അതുകൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അയൺ ബോക്സ് ഒന്ന് ചൂടാക്കിയിട്ട് ഒരു ക്ലോത്തിലേക്ക് നമ്മളിതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറക്റ്റായിട്ട് ഒപ്പം പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അടിത്തുമ്പ് കൂടി വിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് ഈ ഒരു കേവുള്ള ഭാഗത്ത് മാത്രമേ വേണ്ടുള്ളൂ, മേലെ വേണ്ട. മേലെ നമ്മൾ ഓൾറെഡി ക്യാൻവാസിൽ തന്നെ നമ്മൾ അടിത്തുമ്പ് വെട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ആവശ്യമില്ല. ഓക്കെ, ഇതുപോലത്തെ നമ്മൾ ബാക്കും ഫ്രണ്ടൊക്കെ വെട്ടി മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഉണ്ടാവും. ഇനി നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു അടിത്തുമ്പ് വിട്ടുണ്ടല്ലോ, അതിങ്ങനെ മടക്കിയിട്ട് ഫുള്ളും ഈ ഒരു എൻഡ് ഭാഗം ഫുള്ളായിട്ട് നമ്മളൊന്ന് കവർ ചെയ്തിട്ട് ഇങ്ങനെ അടിച്ചെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ടും ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ മനസ്സിലാവും. ഞാൻ ഇപ്രാവശ്യം കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടൊന്ന് വീഡിയോ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ എന്തായാലും ബിഗിനേഴ്സിന് സ്റ്റിച്ചിങ് അറിയാത്തവർ ആര് തന്നെ ആയാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ അത് മനസ്സിലാവും കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് നീറ്റായിട്ട് അടിച്ചെടുക്കാൻ പറ്റും. മെഷർമെൻറ്റിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ വെറുതെ പറയുന്നത് എന്തിനാണെന്ന് വെച്ച് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് മെഷർമെൻറ്റ് എടുക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ ബോഡി വെച്ചിട്ടാണ് നിങ്ങളുടെ ക്ലോത്ത് ടോപ്പോ എന്തെങ്കിലും വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ അതുപോലെ ചെയ്യാം കേട്ടോ. ടോപ്പിൻ്റെ മെഷർമെൻറ്റ് എടുക്കണമെങ്കിൽ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് വന്നിട്ട് നമ്മൾ ഫ്രണ്ട് ആണ് കേട്ടോ. ഫ്രണ്ട് പീസ് എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ ഷോൾഡറിൻ്റെ അവിടെ ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെ. ഓക്കെ, ഒരു നോട്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു നോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് നെക്ക് എടുക്കുക. നമ്മൾ ഫ്രണ്ട് നെക്ക് എടുത്തിട്ട് അതിൻ്റെയും ഇതുപോലെ സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ 2 മാർക്ക് ചെയ്ത ഭാഗം തമ്മിൽ ഒന്ന് ഒപ്പം വെച്ച് കൊടുക്കുക.
എന്നിട്ട് ഷോൾഡർ ഭാഗം നമ്മൾ കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കണം കേട്ടോ, ഒപ്പമാണെന്ന്. എന്നിട്ട് നമ്മൾ ഈ ഒരു വെട്ടി ഭാഗം ഉണ്ടല്ലോ അതിൽ കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും നീങ്ങിപ്പോകുന്നുള്ളൊരു പേടി ഉണ്ടെങ്കിൽ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. നമുക്കതിൻ്റെ അറിയാണ്ട് പിൻ ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് ഈസിയായിട്ട് അടിക്കാൻ പറ്റും. രണ്ട് ഭാഗം അങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് സെൻറ്ററിൽ കൂടെ ഒരു ലൈനെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഒരു റൗണ്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് എപ്പോഴും ചെയ്യാറുള്ളത്. പിൻ ചെയ്തത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാകുമ്പോൾ നമുക്ക് സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല, ആ സെൻറ്ററിൽ നിന്ന് താഴോട്ടേക്ക് ഒരു അടി കൊടുത്തിട്ട് അങ്ങനെ നമുക്ക് ആ റൗണ്ട് അടിച്ചെടുക്കാം. ഓക്കെ, അതാകുമ്പോൾ നമുക്ക് ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. നമ്മൾ അധികം പിൻ ചെയ്ത് വെക്കാറൊന്നുമില്ല, ഇങ്ങനെ ഓരോ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത് കേട്ടോ. എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് തുണിയൊന്ന് കറക്റ്റായി വെച്ച് പിടിച്ചിട്ട് ഒരുപാട് വലിക്കരുത്, ലൂസായി വിടരുത്, കറക്റ്റായി വെച്ചിട്ട് നമ്മൾ നെക്കൊന്ന് ഇതുപോലെ, അതിനാണ് നമ്മൾ നെക്ക് ക്യാൻവസ് ഞാനിങ്ങനെ വെട്ടി കൊടുത്തത്, ആ ഒരു റൗണ്ട് വരച്ചത് വെട്ടിയത്. അപ്പോൾ നമുക്ക് അപ്പുറം ഇപ്പുറം കറക്റ്റായി കിട്ടും. ആ ഒരു വെട്ടിയ ഭാഗത്ത് കൂടെ തന്നെ നമുക്കിങ്ങനെ അടിച്ചെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഇങ്ങനെ വെട്ടി മാറ്റാം. ഓക്കെ, ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഇങ്ങനെ വെട്ടി മാറ്റാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഇടയിലുള്ള ആ ക്യാൻവാസിന് നമുക്ക് മാറ്റിയെടുക്കാം. അതെന്തായാലും തനിയെ ഊരി വരും, അത് അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, നമുക്കത് അഴിഞ്ഞ് വരും. അപ്പോൾ നമ്മളത് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് തിരിച്ച് മറിക്കുമ്പോൾ നീറ്റായിട്ട് ഉണ്ടാവുള്ളൂ. എന്നിട്ട് നമ്മൾ ക്യാൻവാസ് വരുന്ന ആ ഒരു ഭാഗത്താണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. നമ്മൾ ഫ്രണ്ടിലോട്ട് സ്റ്റിച്ച് ചെയ്യരുത്, നമ്മുടെ മെയിൻ ക്ലോത്തിലോട്ട് സ്റ്റിച്ച് ചെയ്യരുത്. ക്യാൻവാസ് ഇട്ടല്ലേ, ക്യാൻവാസിൻ്റെ തൊട്ട ഒരു മെയിൻ പീസിൻ്റെ ക്യാൻവാസിൻ്റെ ആ ഒരു ക്യാൻവാസിൻ്റെ അപ്പുറത്ത് കറക്റ്റ് നമ്മളൊരു ചേർത്തിട്ട് വേണം അടിച്ചു കൊടുക്കാൻ. എന്നിട്ട് നമ്മളിത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോൾ ഭയങ്കര വൃത്തിയായിരിക്കും കേട്ടോ, ഫ്രണ്ടിൽ സ്റ്റിച്ചൊന്നും ഇല്ലാണ്ട് നീറ്റായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നീറ്റായിട്ട് ഇത് കണ്ടോ, ഭയങ്കര നീറ്റായിട്ടില്ല. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാണ്ട് തന്നെ നമുക്ക് ഒരു ബൊട്ടിക് ഫിനിഷിങ് തന്നെ കിട്ടും കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ബാക്കും സെയിം മെത്തേഡിൽ തന്നെ ബാക്കും ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറാണ് ജോയിൻ ചെയ്യാനുള്ളത്. നമ്മൾ ബാക്കിനെ ഇതുപോലെ വെച്ച് കൊടുക്കുക, എന്നിട്ട് ഫ്രണ്ടും ഇതുപോലെ നല്ല വശം നമ്മൾ ഒന്ന് ഫേസ് ടു ഫേസ് വെച്ചിട്ട് ഇതുപോലെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. ഇതുപോലെ നമ്മുടെ ക്യാൻവാസ് കറക്റ്റ് ആ ഒരു ലൈന് കറക്റ്റാണ് നോക്കിയിട്ട് ഒപ്പം വെച്ചിട്ട് വേണം നമ്മളിങ്ങനെ ഷോൾഡർ അടിച്ചു കൊടുക്കുക കേട്ടോ. കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക, ആ ഒരു സ്റ്റിച്ചിങ് ആ ഒരു ഭാഗമൊക്കെ നമ്മൾ കറക്റ്റായി വെച്ച് കൊടുക്കുക കേട്ടോ. നമുക്ക് അടിച്ച് തിരിക്കുമ്പോൾ അത് ഒപ്പം വരണം, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകരുത്. ബാക്കും ഫ്രണ്ടും കറക്റ്റായി വെച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് ഷോൾഡർ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. 2 സ്റ്റിച്ച് ഇടുന്നുണ്ട് കേട്ടോ, അത് ശ്രദ്ധിക്കാം. അപ്പോൾ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ബാക്കിയുള്ള പീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് സ്ലീവാണ് അടിക്കാനുള്ളത്. നമുക്ക് സ്ലീവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. സ്ലീവ് ചെയ്യുമ്പോൾ ബാക്ക് വശം വെക്കുക കേട്ടോ. സ്ലീവിൻ്റെ ചീത്ത വശം വെച്ചിട്ട് ഉൾവശം വെച്ചിട്ട് ഇതുപോലെ നല്ല വശം അതിൽ ടച്ച് ചെയ്യുന്ന പോലെ വെച്ചിട്ട് നമുക്കൊന്ന് ഒരു അടി കൊടുക്കാം. താഴെ ഒരു അടിഭാഗം അടിച്ചൊന്ന് കൊടുക്കാം കേട്ടോ, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു 1/2 ഇഞ്ച് വീതിക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഒന്ന് രണ്ടും അങ്ങനെ വെച്ച് കൊടുക്കാം. ഓക്കെ, അതായത് നമ്മുടെ മെയിൻ കൈയിൻ്റെ പീസ് ബാക്ക് വശത്ത് ഈ ഒരു പീസ് നല്ല വശം ടച്ച് ചെയ്യുന്ന പോലെ. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും, ഞാൻ പറയുന്നതിനെക്കാട്ടിൽ വീഡിയോയിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതൊന്നും ഇങ്ങനെ ഒരു അടി ഇങ്ങനെ വെച്ച് കൊടുക്കാം. അടിച്ചു കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്നും മറിക്കാം. ഓക്കെ, ഇതുപോലെയാണ് ഉണ്ടാവുക അടിക്കുമ്പോൾ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഫ്രണ്ടിലോട്ടും ആക്കിയിട്ട് നല്ല വശത്തിലോട്ട് ആക്കിയിട്ട് ആ ഒരു പീസിന് ഫുള്ളായിട്ട് ഇങ്ങോട്ടേക്ക് മറിച്ചിട്ട് കണ്ടോ, ഇതുപോലെ ഒന്ന് താഴെ ഒരു സ്റ്റിച്ച് ചേർത്തിട്ട് താഴെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ഒരു ഭാഗവും നമ്മളങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇതിങ്ങനെ മടക്കിയിട്ട് അവിടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇതൊരു പാച്ച് പോലെ ഉണ്ടാവും കേട്ടോ. ഇവിടെ ഒരു സ്റ്റിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതെന്തിനാണ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ബീഡ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ കട്ടി ഉണ്ടാവും ആ ഒരു ഭാഗത്ത്. ലൈനിങ് യൂസ് ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് കുറച്ച് കട്ടി ഉണ്ടാവും, അവിടെ ഒന്ന് ടൈറ്റായി നിൽക്കും ചെയ്യുമ്പോൾ ഒരു ഫിറ്റായി നിൽക്കും. എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമാണ് അങ്ങനെ ചെയ്യാൻ കേട്ടോ. ഞാൻ ലൈനിങ് ഇല്ലാത്തതിൽ എപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ട്. കുറച്ച് ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടും കുറച്ച് വൃത്തിയായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബീഡ്സൊക്കെ വെക്കുമ്പോൾ കുറച്ചും കൂടി കംഫർട്ടബിളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനും പറ്റും. ഓക്കെ, ഇതുപോലെ 2 സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഫിനിഷ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, നല്ല ഫിനിഷിംഗ് ആയിട്ട് കെട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ലീവും നമ്മൾ അടിച്ച് കറക്റ്റാക്കിയിട്ടുണ്ട്. ഇതുപോലെ 2 സ്റ്റിച്ചാണ് നമ്മൾ താഴെ മേലെയായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ കൈ ബോഡിയിൽ ജോയിൻ ചെയ്ത് കൊടുക്കാനുണ്ട്. ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്യണം കേട്ടോ. ഇതുപോലെ 2 കൈ നമുക്കിങ്ങനെ വെച്ചിട്ട് വേണം ജോയിൻ ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ കൈ ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മുടെ ബാക്ക് ഏത് ഫ്രണ്ട് ഏത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, നമ്മളെ ബോഡീൻ്റെ ബാക്കും ഫ്രണ്ടും ഏതാണെന്ന് മനസ്സിലാക്കണം. അതായത് എൻ്റെ സൈഡിലേക്കുള്ളതാണ് ഫ്രണ്ട്, അപ്പുറത്തുള്ളതാണ് ബാക്ക്. ഓക്കെ, ബാക്ക് ഏതാണ് ഫ്രണ്ട് അതാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക.
ഓക്കെ. എന്നിട്ട് സ്ലീവിൻ്റെ ബാക്ക് ഏതാണ് ഫ്രണ്ട് ഏതാണെന്നുള്ളത് നമ്മളൊന്ന് കൺഫേം ചെയ്യണം. ഓക്കെ. ഇത് കൺഫേം ചെയ്തിട്ട് വേണം നമ്മൾ വെക്കാൻ. ഇല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ കുഴിച്ചു വെട്ടിയതൊക്കെ വൃത്തികേടാവും കേട്ടോ. അപ്പോൾ നമ്മൾ കുഴിച്ചു വെട്ടിയ ഭാഗം എപ്പോഴും ഫ്രണ്ടിലേക്ക് വരണം. നമ്മൾ ഓൾറെഡി കയ്യിലും ഇതുപോലെ നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കൺഫേം ആക്കിയിട്ട് നമ്മൾ ഇതുപോലെ സെൻറ്ററിൽ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗവും ഷോൾഡറിൽ വെച്ചിട്ട് നമ്മൾ സ്ലീവിൽ ഒരു നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അതൊന്ന് സെൻറ്റർ ഭാഗം വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു പോയിൻ്റ് മാറാതെ തന്നെ കിട്ടും കേട്ടോ. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് നീങ്ങിയാലും വൃത്തികേടാവും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് തൊട്ടേ നമുക്ക് വൃത്തിയായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങളെപ്പോഴും നമ്മുടെ കൈയിൻ്റെ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തിട്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു പോയിൻ്റ് കറക്റ്റായിട്ട് നിൽക്കും കേട്ടോ. അപ്പോഴേ നമ്മുടെ ആ ഒരു കൈ നല്ല വൃത്തിയായിട്ട് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് അങ്ങോട്ടേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കുഴിച്ച് വെട്ടിയ ഭാഗം കുറച്ച് നീങ്ങിക്കഴിഞ്ഞാൽ വൃത്തികേടാവും. അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൈ വെക്കുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ടെക്ക് പിടിക്കാനുണ്ട്. ഓക്കെ. ഈ ഒരു ടെക്ക് മാർക്ക് ചെയ്തത് എങ്ങനെയാണ് നമ്മൾ ടെക്ക് ചെയ്യാൻ പോകണമെന്ന് നമുക്ക് നോക്കാം. ഇതുപോലെ ആ ഒരു പോയിൻറ്റും ഈ ഒരു പോയിൻറ്റും തമ്മിൽ നമ്മളിങ്ങനെ ഒന്ന് പിടിച്ചു കൊടുക്കുക. ഓക്കെ. ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നമ്മുടെ മെഷീനിൽ അടുത്തേക്ക് നമ്മളിതുപോലെ ഒന്ന് കൊണ്ടുപോകണം. ഇവിടെ ഒരു സെൻട്രലിൻ്റെ അവിടെയാണ് നമുക്ക് കുറച്ച് വീതിക്ക് ഇങ്ങനെ കയറ്റി പിടിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് അടിക്കണത് ഞാൻ കാണിച്ചു തരാം. ആ സ്റ്റാർട്ടിങ് പോയിൻറ്റിൻ്റെ അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. ചേർത്തിട്ട് കെട്ടിട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ആ തുണീൻ്റെ ആ എൻഡ് ഭാഗത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ ഈ ചരിച്ച് കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു മാർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു 4 ഇഞ്ച് വീതിക്ക് നമ്മളൊന്ന് കയറ്റിയിട്ട് ഇങ്ങനെ സെൻറ്റർ ഭാഗോട്ടാ, അതിൻ്റെ സെൻറ്ററാണ്. അതിന്നിങ്ങനെ കയറ്റി അടിച്ചതിന് ശേഷം പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ മെല്ലെ താഴോട്ടേക്ക് ചേർത്ത് ഇതുപോലെ ഇങ്ങനെ വരണം. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ കെട്ടിട്ട് കൊടുക്കണം. എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എൻഡ് ചെയ്യുമ്പോഴും കെട്ടിട്ട് കൊടുക്കാൻ മറക്കരുത്. ലോക്ക് സ്റ്റിച്ച് ഇടാൻ മറക്കാതിരിക്കണം, അല്ലെങ്കിൽ സ്റ്റിച്ച് അഴിഞ്ഞു വരും. ഓക്കെ. ഇതുപോലെ നമ്മൾ ടെക്ക് വന്നിട്ട് ഫ്രണ്ടിലും ബാക്കിലും മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിലും ബാക്കിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഷേപ്പിൽ നിൽക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രണ്ടിലും ബാക്കിലും സെയിം ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ തന്നെ ബാക്കും ഫ്രണ്ടൊക്കെ ഒന്ന് ഒപ്പം പിടിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. വേറെ പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ അതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചെസ്റ്റ്, വേസ്റ്റ്, ഹിപ്പൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് അളന്നിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഒന്ന് കറക്റ്റായിട്ട് സെൻറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോരുത്. അപ്പുറമൊക്കെ ഒന്ന് വെച്ച് നോക്കുക കറക്റ്റ് അളവാണോ എന്ന് നോക്കിയിട്ട് നമ്മുടെ മാർക്കൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. വേസ്റ്റിൽ നമ്മൾ ഓൾറെഡി കുറച്ച് ജാസ്തി നമ്മൾ ഒരു അടിത്തുമ്പൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാവും. കൂടിയാലും കുഴപ്പമില്ല, കുറഞ്ഞു പോകരുത്. ഓക്കെ. ടെക്കിട്ട് വരുമ്പോഴൊക്കെ ഇട്ട് വരുമ്പോൾ കറക്റ്റായിരിക്കും. പിന്നെ ഹിപ്പിൻ്റെ അവിടെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു പോയിൻ്റ് ഇട്ട ഭാഗങ്ങളുണ്ടല്ലോ, ഒന്ന് ഷെയ്പ്പായിട്ടൊന്ന് വരച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് ഷെയ്പ്പായിട്ട് വരച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ഹാം ഹോളിൻ്റെ അവിടെ ഒരു ഭാഗത്ത് ഇത് കറക്റ്റായിരിക്കും. പിന്നെ നമുക്ക് നമ്മുടെ കൈ ലൂസ് എത്രയാണ് നോക്കുക. കൈ ലൂസ് മാർക്ക് ചെയ്തിട്ട് അതുപോലെ ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കൈയിൻ്റെ അവിടെ മാർക്ക് ചെയ്യുമ്പോൾ കുറച്ച് വണ്ണം കുറവുള്ളവരാണെങ്കിൽ കൈയിൻ്റെ അവിടെ കുറച്ച് ഒരു കേവായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് മറക്കരുത്. എപ്പോഴും സ്ട്രെയിറ്റായിട്ട് നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടെ ഒരു മാർക്ക് ഉണ്ടല്ലോ, ആ മാർക്കിട്ട് നമ്മൾ ലൂസിൻ്റെ അവിടേക്ക് സ്ട്രെയിറ്റ് ലൈൻ ആവരുത്. കുറച്ച് കേവായിട്ട് ഉള്ളിലോട്ടൊന്ന് കേവായിട്ടൊന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ നിൽക്കും. ഓക്കെ. തടിയുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല. ആ ഒരു കൈയിൻ്റെ ആ ഒരു ഭാഗത്ത് കുറച്ച് തടിയുള്ളവരൊക്കെ ആണെങ്കിൽ കറക്റ്റായിരിക്കും. അല്ലെങ്കിൽ തടി കുറവുള്ളതാണ് കുറച്ച് കേവായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. ഒരു 4 ഇഞ്ച് ഒന്ന് ഉള്ളിലോട്ട് കേവാക്കിയിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നിൽക്കുന്നത് ഫിറ്റായി നിൽക്കുക. ആ ഒരു ഭാഗത്ത് ലൂസൊന്നും ഉണ്ടാവില്ല. ഓക്കെ. എന്നാലും നമ്മളത് ഫുള്ളായിട്ടൊന്ന് സൈഡൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ഹിപ്പിൻ്റെ അവിടെ എത്തുമ്പോൾ അവിടെ നിന്ന് നിർത്തിയിട്ട് ഒരു ലോക്ക് ഇട്ടിട്ട് വേണം തിരിച്ച് ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ തൊട്ടടുത്താട്ടോ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുക്കുന്നില്ല. തൊട്ടടുത്തായിട്ട് ഒരു 4 ഇഞ്ച് വിട്ടിട്ട് രണ്ടാമത്തെ ഒരു അടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എൻഡ് ചെയ്യുമ്പോഴും ലോക്ക് സ്റ്റിച്ചും ഇടാൻ മറക്കരുത്. പിന്നെ അപ്പുറത്തെ സൈഡ് നമ്മളതുപോലെ ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡ് നമ്മൾ ഹിപ്പിൽ നിന്ന് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെന്താ വെച്ചാൽ നമ്മൾ ഈ സൈഡാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കംഫർട്ട് ഇതായിരിക്കും. അപ്പോൾ നമ്മളിതുപോലെ വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് തുണി നീങ്ങിപ്പോകും എന്നുള്ള ഒരു പേടി ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും പിൻ ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ കൈ ജോയിൻ്റ് ചെയ്ത ഭാഗമൊന്നും നീങ്ങിപ്പോകരുത്. കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം ചെയ്യാൻ. പിന്നെ അവിടെ വേസ്റ്റിൻ്റെ ഭാഗത്ത് ഞാൻ ഇതുപോലെ തുണിയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഷേപ്പിലാണ് എൻ്റെ വരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോഴേ ഇടുമ്പോൾ കുറച്ച് ഷേപ്പിൽ നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ അവിടെ ഒരു തുണിയൊന്ന് ടൈറ്റായി നിൽക്കുന്ന പോലെ ഒരു അഭംഗിയായിട്ട് തോന്നും കേട്ടോ. ഒരു ഭംഗിയില്ലായ്മ തോന്നും. അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് ഇതുപോലെ തുമ്പ് എന്തെങ്കിലും വേസ്റ്റ് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ.
ഇനി നമ്മൾ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സൈഡ് ഓപ്പൺ സ്ലിറ്റ് ഓപ്പൺ നമുക്കൊന്ന് അടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അത് ഈസി ആയിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ഓക്കെ, നമ്മളൊരു 1 ഇഞ്ചാണ് വിട്ടിരിക്കുന്നത് ഓപ്പൺ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഈ ഒരു ഭാഗം എത്തുമ്പോൾ നമ്മളിങ്ങനെ ഒരു പോയിൻ്റ് ഇട്ടിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് അടിച്ചെടുക്കാനുണ്ട് കേട്ടോ. അത് ഞാൻ അടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് താഴ്ഭാഗത്ത് നിന്ന് ഇത് സൈഡ് ഭാഗമാണ്. നമ്മൾ 2 ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ 2 ഫോൾഡ് ചെയ്യുക. അങ്ങനെ ഒരു ഈ ലെവലിൽ ഇങ്ങനെ അടിച്ചു പോവുക കേട്ടോ. എപ്പോഴും ഈ ഒരു ഓപ്പൺ ഭാഗം അടിക്കുക എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമ്മൾ താഴെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരേ ലെവലിൽ അങ്ങനെ മടക്കിയിട്ട് അടിച്ച് വന്നാൽ മതി. പിന്നെ ഈ ഒരു എൻഡ് ഭാഗം എത്തുമ്പോഴാണ് നമുക്ക് ചെറിയ ചിലവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂ. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാം, ക്ലോസപ്പിലൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ നമ്മൾ അടിച്ച് വന്നിട്ട് അവിടെ നിന്ന് കുത്തി നിർത്തുക. നമ്മൾ സൂചിനെ ഇറക്കി ഇങ്ങനെ കുത്തി നിർത്തുക. എന്നിട്ട് ഇങ്ങനെ ഇതുപോലെ ഈ സൈഡിലേക്ക് തുണീനൊന്ന് വലിച്ച് നിർത്തുക. എന്നിട്ട് ഈ ഒരു ഓപ്പോസിറ്റുള്ള തുണിയും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊരു ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിനെ പിന്നെ ഒന്നുകൂടി തിരിച്ചിട്ട് താഴോട്ടേക്ക് നമ്മൾ സെയിം ഇപ്പുറത്തെ സൈഡ് എങ്ങനെയാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് അതേപോലെ ഒന്ന് താഴോട്ടേക്ക് മടക്കിയിട്ട് പതുക്കെ അടിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ തിരക്ക് പിടിച്ചിട്ടൊന്നും അടിക്കണ്ട. ഇതുപോലെ പതുക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക. ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയൊന്നുമല്ല, ഭയങ്കര സിമ്പിൾ തന്നെയാണ്. ഇതുപോലെ ഒന്ന് അടിച്ച് ഫിനിഷ് ചെയ്യാം കേട്ടോ. അതുപോലെ നമ്മൾ അപ്പുറവും ഇപ്പുറമൊക്കെ അടിച്ചിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ പരിപാടിയാണ്. വലിയ ടെൻഷൻ അടിക്കാൻ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഭയങ്കര സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്പുറം ഇപ്പുറം സൈഡൊക്കെ ഒന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി താഴെയും ഒന്ന് അടിക്കാനുണ്ട് കേട്ടോ. താഴെ അടിക്കുന്ന മുമ്പായിട്ട് നമ്മളിതുപോലെ 2 കക്ഷം കൂടിയിട്ട് ഒന്നിച്ച് വെക്കുക. അതായത് ആം ഹോളിൻ്റെ ഭാഗം, എന്നിട്ട് ആ ഹിപ്പ് ഭാഗം ഒപ്പം പിടിക്കുക. എന്നിട്ട് താഴോട്ടേക്ക് കറക്റ്റായിട്ട് തുണിയൊന്ന് വൃത്തിയായി വലിച്ചു വിട്ടിട്ട് ഇവിടെ നീ ഏറ്റവും തൂക്കമുണ്ടോ, എവിടെയെങ്കിലും തുണിയൊന്ന് ഇറങ്ങി പോകുന്നുണ്ടോ കയറി പോകുന്നുണ്ടോ ഒക്കെ നോക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് 1 ഇഞ്ചിന് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കി ഇങ്ങനെ അൺഈവനായി നിൽക്കുന്ന തുണി നമുക്കൊന്ന് വെട്ടി കറക്റ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ ഒരു ഇഞ്ചിന് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 4 പീസ് ഉണ്ടാവും, അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ സൈഡ് മടക്കിയപ്പോൾ തന്നെ 2 ഫോൾഡ് ഇട്ടിട്ട് ഒന്ന് താഴെ നമുക്കൊന്ന് മടക്കിയെടുക്കാം കേട്ടോ. താഴെ ഞാൻ ഇതുപോലെ വൃത്തിയായിട്ടൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് 2 സ്റ്റിച്ചൊന്നും വേണ്ട, ഒരേ ഒരു സ്റ്റിച്ച് മതി. ചിലവർ ഈ താഴെപ്പുറത്ത് സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യമൊക്കെ ചെയ്യായിരുന്നു, ഇപ്പോൾ ഒന്നും അങ്ങനെ ചെയ്യാറില്ല. അയൺ ചെയ്തിട്ട് തന്നെ നമ്മൾ ബാക്കിയൊക്കെ ഫിനിഷ് ചെയ്യാറുള്ളത്. അതുപോലെ ഞാൻ 2 സൈഡും ബാക്ക് ഫ്രണ്ടും ഇതുപോലെ ഒന്ന് താഴെ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കി വരുന്ന തുണികളൊക്കെ ഒന്ന് നൂലുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ഫിനിഷിങ് ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ തന്നെ ഉള്ളൂ. സ്റ്റിച്ചിങ് ഒട്ടും അറിയാത്തവർക്കും പോലും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലാവുമെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റായിട്ട് ഹെമ്മിങ് ചെയ്യാനുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്തത്, അത് എപ്പോഴും ആ പീസ് വന്നിട്ട് ബാക്കിലോട്ട് പോകുന്ന രീതിയിലേക്ക് വേണം നമ്മൾ എപ്പോഴും ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ബാക്കിലോട്ട് പോകുന്ന രീതിയിലേക്ക് ആക്കിയിട്ട് നമുക്കൊന്ന് ഇത് ഫുള്ളായിട്ടൊന്ന് ഹെമ്മിങ് ചെയ്ത് എടുക്കാനുണ്ട്. അപ്പോഴേ നമ്മുടെ ഫിനിഷിങ് ആവത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഹെമ്മിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നൂലെടുക്കുന്നുണ്ട്. 2 ലൈൻ നൂലാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, 2 ലൈൻ ഉണ്ട് കേട്ടോ. 2 ലൈനിൻ്റെ താഴെ നമ്മളൊന്ന് ലോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും ഹെമ്മിങ്. അപ്പോൾ അറിയാത്ത ആരും ഉണ്ടാവില്ല ഹെമ്മിങ്ങിന് വേണ്ടി നമ്മൾ എടുക്കുന്ന നൂലുകളൊക്കെ. അപ്പോൾ നമ്മൾ താഴെ ഒന്ന് ലോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹെമ്മിങ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിങ് ഷോൾഡറിൻ്റെ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എപ്പോഴും ശ്രദ്ധിക്കുക, ഈ ഷോൾഡറിൻ്റെ ഈ പീസ് ഉണ്ടല്ലോ, നമ്മൾ കൈ ചേർക്കുമ്പോൾ പോലും ഈ ഷോൾഡറിൻ്റെ ഈ പീസ് നമ്മൾ ബാക്കിലോട്ട് പോകുന്ന രീതിക്ക് വേണം ആക്കാൻ. അപ്പോൾ കുറച്ചും കൂടി വൃത്തിയായിട്ട് നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം ഹെമ്മിങ് ചെയ്യാൻ. ഹെമ്മിങ് ചെയ്യുമ്പോൾ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഓരോന്നോരോന്ന് കുത്തിയെടുക്കുക കേട്ടോ. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ മതിയാവും. പിന്നെ ഇടയിൽ നമ്മളൊരു 4 വശം കുത്തിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ലോക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം അടുത്ത് നമ്മൾ എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇടയിൽ എന്തെങ്കിലും കട്ടായി പോയി കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഊരി വരും. അതുകൊണ്ട് ഇടയിലൊന്നും ലോക്കിടാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഹെമ്മിങ് ഒക്കെ ചെയ്തു ഫിനിഷിങ് ആക്കിയിട്ടുണ്ട്. ഇനി വന്നിട്ട് നമ്മൾ ചെയ്യാനുള്ള ഈ ലേസ് ഒന്ന് വെച്ച് കൊടുക്കാനുണ്ട് കേട്ടോ. ഇത് എൻ്റെ സ്റ്റോക്ക് ഉണ്ടായിരുന്ന ഒരു സാധനമാണ്. പിന്നെ ഇത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കേട് വന്ന് പോകും. അപ്പോൾ ഇതുപോലത്തെ ലേസൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും മാർക്കറ്റിൽ. ഏതെങ്കിലും ഒരു ലേസ് നിങ്ങൾ വെച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബീഡ്സൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാൻ അറിയുമെങ്കിൽ ബീഡ്സ് ഇങ്ങനെ തുന്നി വെച്ച് കൊടുക്കാം കേട്ടോ. ഈ ലേസ് വന്നിട്ട് ഈ ബീഡ്സ് നമ്മൾ വെച്ച് കഴിയുമ്പോൾ എന്തോ ആരി വർക്ക് ചെയ്ത പോലെ ഇരിക്കും. ഞാൻ അതിൻ്റെ സൈഡൊക്കെ ഉള്ള നെറ്റൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് തുന്നി പിടിപ്പിക്കുന്നത് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ സ്റ്റിക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ തുന്നി പിടിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. നമ്മൾ 165 രൂപയ്ക്ക് വാങ്ങിയ മെറ്റീരിയൽ ആയിരുന്നു. നെയ്റ്റിക്ക് വേണ്ടി വാങ്ങിയൊരു മെറ്റീരിയൽ കേട്ടോ. നെയ്റ്റി അടിക്കാനല്ല, ഞാൻ ടോപ്പ് അടിക്കാൻ വേണ്ടിയിട്ട് തന്നെ വാങ്ങിയതായിരുന്നു. അപ്പോൾ നമ്മൾ നെയ്റ്റി മെറ്റീരിയൽ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി അഫോർഡബിൾ ആയിരിക്കും. പിന്നെ വാങ്ങുമ്പോൾ ഡിസൈൻ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഡിസൈൻ അതുപോലെ നോക്കി വാങ്ങിക്കരുത്. നിങ്ങൾക്ക് ഇതുപോലെ ടോപ്പുകളൊക്കെ അടിപൊളിയായിട്ട് അടിക്കുക. വേനൽക്കാലങ്ങളിൽ നമുക്ക് ഭയങ്കര കൂളിംഗ് ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു
മെറ്റീരിയലും കൂടെയാണ്. അപ്പോൾ ഭയങ്കര ഫിനിഷിംഗ് ആയിട്ട് തന്നെയാണ് ഞാൻ അടിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് കണ്ടതിന് നിങ്ങൾക്കും ഇതുപോലെ ഒന്ന് അടിക്കാൻ പറ്റും. നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാമെന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയ്ക്കായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.